ഹലോ എവരിവൺ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലൂയിഡ് പവർ സിസ്റ്റംസ് ആണ്. അപ്പോൾ എന്താണ് ഫ്ലൂയിഡ് പവർ സിസ്റ്റംസ്? നമുക്കറിയാം, ഫ്ലൂയിഡ് പവർ സിസ്റ്റംസ് എന്ന് വെച്ചാൽ പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് ഉപയോഗിച്ചിട്ട് പവർ ജനറേറ്റ് ചെയ്യുക, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ പവർ പ്രഷറൈസ്ഡ് ഫ്ലൂയിഡിൻ്റെ പവർ വെച്ചിട്ട് നമ്മുടെ ആക്ച്വേറ്റിംഗ് ഡിവൈസിനെ കൺട്രോൾ ചെയ്യുക. ഇതിനെയാണ് ഫ്ലൂയിഡ് പവർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് പവർ സിസ്റ്റംസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ്, അതായത് പ്രഷറൈസ്ഡ് ലിക്വിഡോ അല്ലെങ്കിൽ പ്രഷറൈസ്ഡ് ഗ്യാസോ ഉപയോഗിച്ചിട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക, പവർ ജനറേറ്റ് ചെയ്യുക, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ പവർ ഉപയോഗിച്ചിട്ട് ആക്ച്വേറ്റിംഗ് ഡിവൈസിനെ അല്ലെങ്കിൽ നമുക്ക് വേണ്ട കൺട്രോളിംഗ് ഡിവൈസിനെ കൺട്രോൾ ചെയ്യുക. ഈ ഒരു സിസ്റ്റംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലൂയിഡ് പവർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അതായത് പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് ഉപയോഗിച്ചിട്ട് പവർ ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റംസ് അല്ലെങ്കിൽ പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് ഉപയോഗിച്ചിട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിസ്റ്റംസ്, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലൂയിഡ് പവർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് പവർ സിസ്റ്റംസ് മെയിനായിട്ട് രണ്ട് തരത്തിലുണ്ട്. മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. നമുക്കറിയാം എന്തൊക്കെയാണ്? ഹൈഡ്രോളിക് സിസ്റ്റവും ന്യൂമാറ്റിക് സിസ്റ്റവും. എന്താണ് ഈ ഹൈഡ്രോളിക് സിസ്റ്റവും എന്താണ് ന്യൂമാറ്റിക് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം? നമുക്കറിയാം, ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഈ ഒരു പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ലിക്വിഡ് ആയിരിക്കും. ഒരു ലിക്വിഡിനെ പ്രഷറൈസ് ചെയ്തിട്ട് ആ ഒരു പവർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന പവർ അല്ലെങ്കിൽ അങ്ങനെ പ്രഷറൈസ്ഡ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിസ്റ്റംസിനെയാണ് നമ്മൾ ഹൈഡ്രോളിക് പവർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അവിടെ എന്തായിരിക്കും? ഒരു ഫ്ലൂയിഡ് എന്ന് പറയുന്നത്, ഹൈഡ്രോളിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ലിക്വിഡ് ആയിരിക്കും. അതായത് പെട്രോളിയം ഓയിൽ പോലെയുള്ള അല്ലെങ്കിൽ സിന്തറ്റിക് ഓയിൽ പോലെയുള്ള ലിക്വിഡ് പ്രഷറൈസ് ചെയ്തിട്ടായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്? പവർ ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സിസ്റ്റംസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രോളിക് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് ഹൈഡ്രോളിക് സിസ്റ്റംസ് ഡെയിലി ലൈഫിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ? നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മുതൽ നമ്മുടെ വർക്ക് റിലേറ്റഡ് മെഷീനറീസ് വരെ എല്ലാം എന്താണ്? ഒരുപാട് ഹൈഡ്രോളിക് സിസ്റ്റംസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്? ന്യൂമാറ്റിക് പവർ സിസ്റ്റംസ്. എന്താണ് ന്യൂമാറ്റിക് പവർ സിസ്റ്റത്തിൽ ഹൈഡ്രോളിക് പവർ സിസ്റ്റമായിട്ടുള്ള വ്യത്യാസം? ന്യൂമാറ്റിക് പവർ സിസ്റ്റത്തിൽ ഈ ഫ്ലൂയിഡ് മീഡിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഗ്യാസ് ആയിരിക്കും, അല്ലെങ്കിൽ കംപ്രസ്ഡ് ഗ്യാസ്. മെയിൻലി എന്തായിരിക്കും? എയർ. അതായത് കംപ്രസ്ഡ് എയർ ഉപയോഗിച്ചിട്ട് പവർ ജനറേറ്റ് ചെയ്യുക, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പവർ സിസ്റ്റംസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂമാറ്റിക് പവർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, ഈ ഹൈഡ്രോളിക് സിസ്റ്റംസ് അതിൻ്റെ ബേസിക് കമ്പോണൻസ്, ആ ഒരു ഓരോ കമ്പോണൻസിനെ പറ്റിയിട്ടും ആ കമ്പോണൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്പോണൻസ്, അതുപോലെ തന്നെ ആ കമ്പോണൻസിൻ്റെ യൂസ്, പിന്നെ അതിൻ്റെ സിമ്പിൾസ്, ഡിഫറെൻറ്റ് കമ്പോണൻസിൻ്റെ സിമ്പിൾസ്. അതുപോലെ തന്നെ ന്യൂമാറ്റിക് സിസ്റ്റത്തിനും ബേസിക് കമ്പോണൻസ്, ആ ഓരോ കമ്പോണൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്പോണൻസും, പിന്നെ എന്താണ് അതിൻ്റെ സിമ്പിൾസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ടോപ്പിക് എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. അതിൽ ആദ്യത്തെ നമ്മൾ എന്താ പറയുന്നത്? ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ ബേസിക് കമ്പോണൻസ്. എന്തൊക്കെയാണ് ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ ബേസിക് കമ്പോണൻസ്? ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് കമ്പോണൻസ് എന്ന് പറയുന്നത് എ റിസർവോയർ അല്ലെങ്കിൽ എ ടാങ്ക്, എ റിസർവോയർ, ഒരു ഓയിൽ റിസർവോയർ. നെക്സ്റ്റ് ഒരു ഹൈഡ്രോളിക് പമ്പ്. നെക്സ്റ്റ് എന്താണ്? ഫിൽട്ടർ യൂണിറ്റ്. ഈ ഹൈഡ്രോളിക് പമ്പ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ ജനറേറ്റിംഗ് യൂണിറ്റ്, ഇലക്ട്രിക് മോട്ടർ ആവാം അല്ലെ, അതുപോലെയുള്ള പവർ ജനറേറ്റിംഗ് യൂണിറ്റ്. നെക്സ്റ്റ് ഒരു ഡയറക്ഷണൽ കൺട്രോൾ ഡിവൈസ്, ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്സ്, അതായത് ഈ ഫ്ലൂയിഡിൻ്റെ ഡയറക്ഷൻ, പ്രഷറൈസ്ഡ് ഫ്ലൂയിഡിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസ്. നെക്സ്റ്റ് എന്താണ്? ആക്ച്വേറ്റർ ഡിവൈസ്. അതായത് ഈ ഹൈഡ്രോളിക് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഹൈഡ്രോളിക് പവറിനെ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള മെക്കാനിക്കൽ അല്ലെങ്കിൽ അതുപോലെയുള്ള വർക്കായിട്ട് അല്ലെങ്കിൽ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ച്വേറ്റർ ഡിവൈസ്. നെക്സ്റ്റ് എന്താണ്? ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ക്യാരി ചെയ്യുന്ന പൈപ്പിംഗ് സിസ്റ്റം. ഇത്രയാണ് ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ ബേസിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ ബേസിക് കമ്പോണൻസ് എന്തൊക്കെയാണ്? ഒരു ഓയിൽ ടാങ്ക് അല്ലെങ്കിൽ റിസർവോയർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഈ റിസർവോയർ എന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? പമ്പ്, ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ പമ്പ് ചെയ്ത് പ്രഷറൈസ് ചെയ്യുന്നതും, അതുപോലെ തന്നെ ആക്ച്വേറ്റിംഗ് ഡിവൈസിൻ്റെ ഈ ലോ പ്രഷർ സൈഡിൽ നിന്ന് റിട്ടേൺ ഈ ഹൈഡ്രോളിക് ഓയിൽ വരുന്നത് എവിടത്തേക്കായിരിക്കും? ഈ റിസർവോയറിലേക്കായിരിക്കും. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? റിസർവോയറിന്ന് ഒരു ഫിൽട്ടറിലൂടെ ഹൈഡ്രോളിക് പമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓയിലിനെ എന്ത് ചെയ്യും? പ്രഷറൈസ് ചെയ്യും. ഈ പ്രഷറൈസ്ഡ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്
അത് ആക്ച്വേറ്ററിൻ്റെ ഏത് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ആ പ്രഷറൈസ്ഡ് ഫ്ലൂയിഡിൻ്റെ ഡയറക്ഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്, ഈ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്സ്. അപ്പോൾ നെക്സ്റ്റ് എന്താണ്, ആക്ച്വേറ്റർ ആണ് ഈ ഹൈഡ്രോളിക് പവറിനെ മെക്കാനിക്കൽ വർക്കായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ആക്ച്വേറ്റർ, ഇതിപ്പോൾ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ആണ്. ഈ ആക്ച്വേറ്റർ എന്ന് പറയുന്നത് ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ പിസ്റ്റണിൻ്റെ ഈ ഒരു സൈഡിലാണ് നമ്മൾ പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് പോകുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ഈ പിസ്റ്റൺ ഡൗൺവേർഡ് മൂവ് ചെയ്യും. ആ സമയത്ത് ഈ റീജിയൻ ആയിരിക്കും എന്ത്, ഹൈ പ്രഷർ ഏരിയ. ലോ പ്രഷർ ഏരിയയിലുള്ള ഫ്ലൂയിഡ് എന്ത് ചെയ്യും, തിരിച്ച് ടാങ്കിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിലേക്ക് നമ്മുടെ ഓയിൽ പ്രഷറൈസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഏതാണ്, ഈ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്. അപ്പോൾ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് എന്ത് വേണ്ടിയിട്ടാണ്, ഈ ഫ്ലോയിങ് ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ ഡയറക്ഷൻ നമ്മുടെ റിക്വയർഡ് വർക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡയറക്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഡിവൈസ് ആണ് എന്ത്, ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്. ഇനി ഈ ഡയറക്ഷണൽ കൺട്രോൾ വാൽവിന് എന്ത് ചെയ്യും, പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് ആക്ച്വേറ്ററിൻ്റെ റിക്വയർഡ് സൈഡിലേക്ക്, ഇതിപ്പോൾ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ ഈ സൈഡിലേക്കാണ് പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് വരുന്നതെങ്കിൽ ഇതെന്തായിരിക്കും, ഹൈ പ്രഷർ റീജിയൻ ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ലോ പ്രഷർ ഫ്ലൂയിഡ് എന്ത് ചെയ്യും, തിരിച്ച് ടാങ്കിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ആ പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യും. തിരിച്ചെന്തായിരിക്കും, ഈ ഡയറക്ഷൻ കൺട്രോൾ വാൽവ് താഴെയാണ് എന്ത് ചെയ്യുന്നത്, പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ ഈ പിസ്റ്റൺ എന്ത് ചെയ്യും, മുകളിലേക്ക് മൂവ് ചെയ്യും. മുകളിലുള്ള ഫ്ലൂയിഡ് എന്ത് ചെയ്യും, തിരിച്ച് ടാങ്കിലേക്ക്, റിസർവോയറിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണത് ഒരു ബേസിക് ഹൈഡ്രോളിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ ബേസിക് കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു റിസർവോയർ, ഹൈഡ്രോളിക് പമ്പ്, ഫിൽട്ടർ യൂണിറ്റ്, പമ്പ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ ഡിവൈസ്, അതായത് ഇലക്ട്രിക് മോട്ടോർ പോലെയുള്ള പവർ സോഴ്സ്, പിന്നെ ഡയറക്ഷൻ കൺട്രോൾ വാൽവ്, ആക്ച്വേറ്റർ മെക്കാനിസം, പിന്നെ ഈ ഒരു ഹോൾ പൈപ്പിംഗ് സിസ്റ്റം, ഓയിലിനെ കെയർ ചെയ്യാനുള്ള പൈപ്പിംഗ് സിസ്റ്റം. ഇത്രയാണ് ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ ബേസിക് കമ്പോണൻസ്. ഇനി നെക്സ്റ്റ് സിസ്റ്റം എന്താണ്, ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെ ബേസിക് കമ്പോണൻസ് എന്താണ്, ഇവിടെ എന്താണ് വ്യത്യാസം, ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഗ്യാസ് ആണ് അല്ലെങ്കിൽ കംപ്രസ്ഡ് എയർ. ന്യൂമാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എയർ വെച്ചിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റം, അതായത് പ്രഷറൈസ്ഡ് എയർ അല്ലെങ്കിൽ കംപ്രസ്ഡ് എയർ ആണ് ഇവിടെ എന്ത്, ഫ്ലൂയിഡ് മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എയറിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഒരു എയർ കംപ്രസർ വേണം. എയർ കംപ്രസർ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പവർ സോഴ്സ് വേണം. മോട്ടർ ഒരു പവർ സോഴ്സ് വേണം. അതുപോലെ തന്നെ ഈ കംപ്രസ്ഡ് എയറിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസർവോയർ വേണം. ഈ റിസർവോയർ എന്നാണ് എന്ത് ചെയ്യുന്നത്, കംപ്രസ്ഡ് എയർ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് ത്രൂ, ഇവിടെ ഒരു ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് ഉണ്ടാവും. ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് ത്രൂ ആക്ച്വേറ്ററിലേക്ക് മൂവ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം എന്ത് ചെയ്യുന്നത്, ഹൈഡ്രോളിക് സിസ്റ്റം പോലെ തന്നെ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്, പിന്നെ ആക്ച്വേറ്റർ യൂണിറ്റ്. അപ്പോൾ ഇതിനിടയിൽ എയർ ആകുമ്പോഴത്തേക്കും എയറിലെ മോയ്സ്ചർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസുകൾ ഉണ്ടാവും, എയർ കൂളർ പോലെയുള്ള ഡിവൈസുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെ ബേസിക് കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു എയർ കംപ്രസർ, അത് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ സോഴ്സ്, പിന്നെന്താണ് ഒരു എയർ സ്റ്റോറേജ് ടാങ്ക്, അതായത് കംപ്രസ്ഡ് എയർ സ്റ്റോറേജ് റിസർവോയർ, പിന്നെ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്, ആക്ച്വേറ്റർ സിസ്റ്റം. ഇത്രയാണ്. ഇതുപോലെ തന്നെ എന്താണ് ഈ പ്രഷറൈസ്ഡ് എയറിനെ കെയർ ചെയ്യാനുള്ള പൈപ്പിംഗ് സിസ്റ്റം. ഇത്രയുമാണ് എന്ത് ഒരു ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെ ബേസിക് കമ്പോണൻസ്. ഓൾമോസ്റ്റ് ഹൈഡ്രോളിക് കമ്പോണൻസുമായിട്ട് എന്താണ് സിമിലർ ആണ്. പക്ഷേ ഇവിടെ എന്താണ് വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് കംപ്രസ്ഡ് എയർ ആയിരിക്കും. ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ വർക്കിംഗ് ഫ്ലൂയിഡ് പ്രഷറൈസ്ഡ് ഫ്ലൂയിഡ് ലിക്വിഡ് ആണെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ പ്രഷറൈസ്ഡ് ഓയിൽ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, കംപ്രസ്ഡ് എയർ ആയിരിക്കും ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഫ്ലൂയിഡ് പവർ സിസ്റ്റംസിൻ്റെ അഡ്വാൻറ്റേജസ്, അതായത് നമ്മുടെ കൺവെൻഷണൽ മെക്കാനിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ കൺവെൻഷണൽ ഇലക്ട്രിക്കൽ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫ്ലൂയിഡ് പവർ സിസ്റ്റംസിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി എന്താണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഈ ഫ്ലൂയിഡ് പവർ സിസ്റ്റം എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ തന്നെ ലാർജ് ഫോഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യും. മെക്കാനിക്കൽ പവറിനേക്കാളും അല്ലെങ്കിൽ മെക്കാനിക്കൽ പവർ സിസ്റ്റത്തിനേക്കാളും ഇലക്ട്രിക്കൽ പവർ സിസ്റ്റത്തിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ സിമിലർ ഹൈഡ്രോളിക് സിസ്റ്റംസ് അല്ലെങ്കിൽ സിമിലർ ന്യൂമാറ്റിക് സിസ്റ്റംസ് എന്ത് ചെയ്യും, അതിനേക്കാളും മൾട്ടിപ്പിൾ ടൈംസ് ഫോഴ്സ് അതിന് എഫിഷ്യൻ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ് ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് റെസ്പോൺസ് ടു കൺട്രോൾ ആണ്. കമ്പാരിറ്റീവ്ലി ആക്യുറേറ്റ് കൺട്രോളിങ് പോസിബിൾ ആയിട്ടുള്ള
ഒരു സിസ്റ്റമാണ് എന്ത് ഫ്ലൂയിഡ് പവർ സിസ്റ്റംസ് എന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് റെസ്പോൺസ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. റെസ്പോൺസ് ഈ ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ, അതായത് ഫ്ലൂയിഡ് പവർ സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി നമ്മുടെ കൺവെൻഷണൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനേക്കാൾ ഫാസ്റ്റ് ആയിരിക്കും. പിന്നെന്താണ്, ഈ മെക്കാനിക്കൽ സിസ്റ്റം അല്ലെ ഇലക്ട്രിക്കൽ സിസ്റ്റം സെയിം സൈസുള്ള മെക്കാനിക്കൽ അല്ലെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനേക്കാൾ കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്തിന്, ഈ ഫ്ലൂയിഡ് പവർ സിസ്റ്റംസിന്. പിന്നെന്താണ്, ഇത് സെയിം തന്നെ 1000 ടൈംസ് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, ഹൈ പ്രഷർ ക്യാൻ ബി ഓപ്പറേറ്റർ. ഹൈ പ്രഷറിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഫ്ലൂയിഡ് പവർ സിസ്റ്റംസ്. ലെസ് നോയ്സിയാണ് കമ്പാരിറ്റീവ്ലി മെക്കാനിക്കൽ സിസ്റ്റമോ ഇലക്ട്രിക്കൽ സിസ്റ്റമോ റൺ ചെയ്യുന്നത് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, വളരെ ക്വയറ്റ് ആയിട്ടുള്ള സിസ്റ്റമാണെന്ത് ഈ ഫ്ലൂയിഡ് പവർ സിസ്റ്റം. കമ്പാരിറ്റീവ്ലി ലെസ് നോയ്സ് ആണ്. പിന്നെന്താണ്, ആക്യുറേറ്റ് സ്പീഡ് കൺട്രോൾ ആർ പോസിബിൾ. ആക്യുറേറ്റ് സ്പീഡ്സ്, നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് സ്പീഡ് കൺട്രോൾ പോസിബിൾ ആണ്. വൈബ്രേഷനും ഷോക്കും എന്താണ്, കമ്പാരിറ്റീവ്ലി വൈബ്രേഷൻ ഷോക്ക് എന്തായിരിക്കും, കുറവായിരിക്കും ഈ ഫ്ലൂയിഡ് പവർ സിസ്റ്റംസ് അല്ലെങ്കിൽ ന്യൂമാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ഹൈഡ്രോളിക് സിസ്റ്റം. മെയിൻ്റനൻസും കമ്പാരിറ്റീവ്ലി എന്താണ്, സിമ്പിളാണ്, ലെസ് കോസ്റ്റ്ലി ആണ്. ഇതിൽ ഈ ന്യൂമാറ്റിക് അല്ലെങ്കിൽ ഹൈഡ്രോളിക് സിസ്റ്റം, അതായത് ഫ്ലൂയിഡ് സിസ്റ്റംസിൽ കമ്പാരിറ്റീവ്ലി മെയിൻ്റനൻസും കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്ലൂയിഡ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് ഫ്ലൂയിഡ് പവർ സിസ്റ്റത്തിൻ്റെ കാണാറുണ്ട്. നമ്മൾ വെഹിക്കിൾസിൽ കാണാറുണ്ട്, ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് കാണാറുണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രോളിക് ബ്രേക്ക് കാണാറുണ്ട്, പിന്നെ ഹൈഡ്രോളിക് ജാക്ക് സിസ്റ്റം, നമ്മൾ ഹൈഡ്രോളിക് ലിഫ്റ്റ്, അതുപോലെ തന്നെ ഇതേപോലെ തന്നെയുള്ള ന്യൂമാറ്റിക് മെഷീനറിയും കാണാൻ പറ്റും. ഹൈഡ്രോളിക് പ്രസ്, പിന്നെ കൺസ്ട്രക്ഷൻ മെഷീനറീസ്, മൈനിങ് മെഷീനറീസ്, അതുപോലെ ലോക്കോമോട്ടീവ്സിൽ, നമ്മുടെ ലോക്കോമോട്ടീവ്സിലും ഷിപ്പ് എയറോപ്ലെയിനിലൊക്കെ എന്താണ് ന്യൂമാറ്റിക് സിസ്റ്റംസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് സിസ്റ്റംസ് ആണ് വളരെ കൂടുതൽ ഉപയോഗിക്കുന്നത്. വളരെയധികം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് പവർ സിസ്റ്റംസ് ആണെന്ത് ഈ ഹൈഡ്രോളിക് സിസ്റ്റവും ന്യൂമാറ്റിക് സിസ്റ്റവും. ഇനി നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റംസിലേക്ക് സ്പെസിഫിക് ആയിട്ട് വരുവാണെങ്കിൽ, ഈ ഹൈഡ്രോളിക് സിസ്റ്റംസിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പാസ്കൽസ് ലോ ആണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു ലോ ആണെന്ത്, പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്, പാസ്കൽസ് ലോ. എന്താണ് പാസ്കൽസ് ലോ പറയുന്നത്, ഒരു കൺഫൈൻഡ് ഫ്ലൂയിഡ്, അതായത് ഒരു കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഒരു പൈപ്പിംഗ് സിസ്റ്റത്തിൽ കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലുള്ള ഫ്ലൂയിഡ് അല്ലെങ്കിൽ കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്പേസിലുള്ള ഫ്ലൂയിഡിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രഷർ ഫ്ലൂയിഡ് അൺഡിമിനിഷ്ഡ് ആയിട്ട് എല്ലാ ഡയറക്ഷനിലേക്കും ഒരുപോലെ ട്രാൻസ്ഫർ ചെയ്യും. പ്രഷറിൽ കുറവില്ലാതെ അൺഡിമിനിഷ്ഡ് ആയിട്ട് എല്ലാ ഡയറക്ഷനിലേക്കും ഒരുപോലെ ട്രാൻസ്ഫർ ചെയ്യും. ഈ പ്രഷർ എങ്ങനെയാണ് ആക്ട് ചെയ്യുക, പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഇൻ കോണ്ടാക്റ്റിൽ വരുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആയിരിക്കും ആക്ട് ചെയ്യുക. നമ്മൾ ഇപ്പോൾ ഈ എ എന്നുള്ള പോയിന്റിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം പ്രഷർ എന്ത് ചെയ്യും, ഈ ഫ്ലൂയിഡിൽ ത്രൂ ഔട്ട് എല്ലാ ഡയറക്ഷനിലേക്കും സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യും. സെയിം പ്രഷർ ആയിരിക്കും ത്രൂ ഔട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതാണെന്ത് ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് an external static pressure applied on a confined liquid is distributed or transmitted evenly throughout liquid in all direction. അതായത് ഒരു എക്സ്റ്റേണൽ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കൺഫൈൻഡ് ഫ്ലൂയിഡ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തുകൊണ്ട് കൺഫൈൻഡ് ഫ്ലൂയിഡ് ആണെങ്കിൽ, അതായത് ഒരു കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് വെസലിലുള്ള അല്ലെങ്കിൽ ക്ലോസ്ഡ് സ്പേസിലുള്ള ഫ്ലൂയിഡ് ആണെങ്കിൽ എന്താണ്, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പ്രഷർ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഈവൻലി എന്ത് ചെയ്യും, ത്രൂ ഔട്ട് എല്ലാ ഡയറക്ഷനിലേക്കും ലിക്വിഡിൽ ഓൾ ഡയറക്ഷനിൽ ത്രൂ ഔട്ട് ഈവൻലി ട്രാൻസ്മിറ്റ് ചെയ്യും. അതെങ്ങനെയായിരിക്കും, സർഫസിന് കോണ്ടാക്റ്റിൽ വരുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആ പ്രഷർ ആക്ട് ചെയ്യുക. അപ്പോൾ ഇതാണെന്ത് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. ഈ പാസ്കൽസ് ലോ ആണ് നമ്മുടെ ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ എക്സാമ്പിൾ നോക്കുക. നമ്മളെപ്പോഴും കൺവെൻഷനായിട്ട് പറയുന്ന ഒരു എക്സാമ്പിളാണ്. ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഹൈഡ്രോളിക് ലിഫ്റ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ ഒരു A1 എന്നുള്ള ഈ 1 എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്യുക. ഇവിടെ എന്താണ് ഏരിയ A1 ആണ്. 2 എന്നുള്ള പോയിന്റിലാണ് നമ്മുടെ ലിഫ്റ്റ് വരുന്നത്, അവിടെ ഏരിയ A2 ആണ്. അപ്പോൾ A1 കമ്പാരിറ്റീവ്ലി വെരി വെരി ലെസ് ദാൻ A2. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ, F1 എന്നുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു ചെറിയ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടെ ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യല്ലോ. നമുക്കറിയാം പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്, പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ ഈ 1 എന്നുള്ള പോയിന്റിൽ എന്തായിരിക്കും, F1/A1.
ഇനി നമ്മൾ പാസ്കൽസ് ലോ പറഞ്ഞ എന്താണ്, ഈ പ്രഷർ ത്രൂ ഔട്ട് എങ്ങനെ കൺഫൈൻഡ് സ്പേസിലാണ് ത്രൂ ഔട്ട് അൺഡിമിനിഷ്ഡ് ആയിട്ട് ഈക്വലി ട്രാൻസ്മിറ്റ് ചെയ്യും, ഈവൺലി ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു 2 എന്നുള്ള പോയിന്റിലെ പ്രഷർ എന്തായിരിക്കും, സെയിം പ്രഷർ ആയിരിക്കും. അപ്പോൾ P ഈസ് ഈക്വൽ ടു എന്ത്, F2/A2 എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ A1 എന്ന് പറയുന്നത് A2നെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ ഈ A2 ഈ റേഷ്യോ F1/A1 എന്നുള്ള റേഷ്യോ കീപ്പ് ചെയ്യണമെങ്കിൽ A2 വളരെ കൂടുതലായതുകൊണ്ട് അവിടെ എന്തും കൂടുതലായിരിക്കണം, ഫോഴ്സും കൂടുതലായിരിക്കണം. കാരണം എന്താണ്, പ്രഷർ ത്രൂ ഔട്ട് സെയിം ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 1 എന്നുള്ള പോയിന്റിൽ ചെറിയൊരു പ്രഷർ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ 2 എന്നുള്ള പോയിന്റ് നമുക്ക് കമ്പാരിറ്റീവ്ലി ഒരു ലാർജർ ഫോഴ്സ് അവിടെ നമുക്ക് എന്ത് കിട്ടും, അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പാസ്കൽസ് ലോയുടെ ഒരു കൺവെൻഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഹൈഡ്രോളിക് സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, പാസ്കൽസ് ലോ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സ്. നമുക്ക് ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ ISO പ്രകാരം 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ അവൈലബിലിറ്റിൻ്റെയും പർപ്പസ് ഓഫ് യൂസിൻ്റെയും അടിസ്ഥാനത്തിൽ. ആ ഒരു ഹൈഡ്രോളിക് ഫ്ലൂയിഡിൻ്റെ അവൈലബിലിറ്റിൻ്റെയും പർപ്പസ് ഓഫ് യൂസിൻ്റെ അടിസ്ഥാനത്തിൽ മെയിനായിട്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സിനെ മിനറൽ ബേസ്ഡ് ഓൺ മിനറൽ ഓയിൽ റിലേറ്റഡ് ഹൈഡ്രോകാർബൺ, അതായത് മിനറൽ ഓയിൽ ബേസ്ഡ് ഫ്ലൂയിഡ് എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, ഫയർ റെസിസ്റ്റൻറ്റ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്. തേർഡ് വൺ എൻവയോൺമെൻ്റലി ആക്സെപ്റ്റബിൾ ഹൈഡ്രോളിക് ഫ്ലൂയിഡ്, EAHF. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എന്താണ്, മിനറൽ ഓയിൽ ബേസ്ഡ്, പിന്നെ ഫയർ റെസിസ്റ്റൻറ്റ്, പിന്നെ എൻവയോൺമെൻ്റലി ആക്സെപ്റ്റഡ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്. ഇങ്ങനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിനെ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ വീണ്ടും ഫർദർ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ടും ഈ 3 ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. അതായത് മിനറൽ ബേസ്ഡും ഫയർ റെസിസ്റ്റൻറ്റ് ഹൈഡ്രോളിക് ഫ്ലൂയിഡും എൻവയോൺമെൻ്റലി ആക്സെപ്റ്റഡ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്. ഇതിൽ ആദ്യത്തെ നമ്മൾ പറഞ്ഞ എന്താണ്, മിനറൽ ബേസ്ഡ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്. മിനറൽ ബേസ്ഡ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഇത് മിനറൽ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ആണ്. അവിടെ ലോ കോസ്റ്റ് ഹൈ പെർഫോമൻസ് ഫ്ലൂയിഡ് ആണിത്, ഈ മിനറൽ ബേസ്ഡ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്. ഇതിനെ വീണ്ടും ഫർദർ നമ്മൾ HH, HL, HM ഇങ്ങനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലെ അഡിറ്റീവ്സിനനുസരിച്ചിട്ട് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ സോഴ്സ് ഓഫ് അവൈലബിലിറ്റിക്കും പിന്നെ പർപ്പസ് ഓഫ് യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടാണ് 3 ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്തത്. ആ 3 ടൈപ്പിൽ മിനറൽ ബേസ്ഡിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ടൈപ്പ് HH ഫ്ലൂയിഡ് എന്ന് പറയുന്നത് റിഫൈൻഡ് മിനറൽ ഫ്ലൂയിഡ്സ് വിച്ച് ഡു നോട്ട് ഹാവ് എനി അഡിറ്റീവ്സ്. വേറെ അഡിറ്റീവ്സ് ഒന്നും ഇല്ലാത്ത റിഫൈൻഡ് മിനറൽ ഫ്ലൂയിഡ്സ് ആണ് HH ഫ്ലൂയിഡിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. അതായത് ഇത് കമ്പാരിറ്റീവ്ലി എന്താണ്, ഏബിൾ ടു ട്രാൻസ്ഫർ പവർ ബട്ട് ഹാസ് ലെസ് പ്രോപ്പർട്ടീസ് ഓഫ് ലൂബ്രിക്കേഷൻ ആൻഡ് അൺഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. കമ്പാരിറ്റീവ്ലി എന്താണ്, ലൂബ്രിക്കേറ്റ് പ്രോപ്പർട്ടീസ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള പവറും അല്ലെങ്കിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റിയും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ലോ പ്രഷർ യൂസേജിലായിരിക്കും എന്ത് ഉപയോഗിക്കുന്നത്, ഈ HH ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നത്. ഹൈഡ്രോളിക് ജാക്സിൽ, പമ്പിൽ, അതുപോലെ ലോ പ്രഷർ സിസ്റ്റംസിലായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്, നോ അഡിറ്റീവ്സ് ആണ്. അപ്പം എന്താണ്, ലെസ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റിയും കുറവാണ് HH ഫ്ലൂയിഡ്. ഇനി നെക്സ്റ്റ് HL ഫ്ലൂയിഡ് എന്ന് പറയുന്നാൽ റിഫൈൻഡ് മിനറൽ ഓയിൽസ് വിച്ച് കണ്ടെയ്ൻസ് ഓക്സിഡൻസ് ആൻഡ് റസ്റ്റ് ഇൻഹിബിറ്റേഴ്സ്. അതായത് ഓക്സിഡൻസും ഉണ്ട്, റസ്റ്റ് ഇൻഹിബിറ്റേഴ്സും ഉണ്ട്. അതായത് എന്ത് ചെയ്യുന്ന, ഓക്സിഡൈസേഷന് റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റിയും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റെസ്റ്റ് ചെയ്യാനുള്ള, തുരുമ്പ് പിടിക്കുന്നതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള ടൈപ്പ് എന്താണ്, ഫ്ലൂയിഡാണ് ഹൈഡ്രോളിക് HL ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. HL ഫ്ലൂയിഡ് അതായത് കെമിക്കൽ അറ്റാക്കും വാട്ടർ കണ്ടാമിനേഷനും കമ്പാരിറ്റീവ്ലി എന്ത് ചെയ്യാൻ പറ്റും, റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫ്ലൂയിഡാണ്.
അത് പിസ്റ്റൺ പമ്പ് ആപ്ലിക്കേഷൻസിലാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. പിസ്റ്റൺ പമ്പുകളിലാണ് മെയിൻലി എന്ത് ചെയ്യുന്നത്, HL ടൈപ്പ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് HM ഹൈഡ്രോളിക് ഫ്ലൂയിഡ്. HM ഹൈഡ്രോളിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്ഡ് ആൻറ്റി വെയർ അഡിറ്റീവ്സ്. അതായത് HL ഫ്ലൂയിഡ് തന്നെയാണ്, അതിൻ്റെ ഒപ്പം എന്തുണ്ട്, ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ആൻറ്റി വെയർ അഡിറ്റീവ്സും കൂടിയുണ്ട്. അതുകൊണ്ട് അതായത് ഫോസ്ഫറസ്, സൾഫർ, അതുപോലെ സിങ്ക് അങ്ങനെയുള്ള കമ്പോണൻസ്, അതായത് ആൻറ്റി വെയർ പ്രോപ്പർട്ടീസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കുറച്ച് കമ്പോണൻസും കൂടി ആഡ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഫ്ലൂയിഡാണ് ഇത് HM ടൈപ്പ് ഫ്ലൂയിഡ്. HLൻ്റെ ഒപ്പം എന്ത് ഒരു ആൻറ്റി വെയർ പ്രോപ്പർട്ടീസും കൂടി അല്ലെങ്കിൽ ആൻറ്റി വെയർ അഡിറ്റീവ്സും കൂടി ആഡ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഫ്ലൂയിഡാണിത് HM ടൈപ്പ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഹൈ പ്രഷർ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത് എന്താണ്, HM ടൈപ്പ് ഹൈഡ്രോളിക് ഫ്ലൂയിഡാണ്. അപ്പോൾ മിനറൽ ബേസ്ഡ് ഓയിൽസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: HH ഫ്ലൂയിഡ്, HL ഫ്ലൂയിഡ്, HM ഫ്ലൂയിഡ്. ഇനി നെക്സ്റ്റ് ഫയർ റെസിസ്റ്റൻറ്റ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്, പേര് പോലെ തന്നെ എന്താണ്, അവിടെ ഫ്ലൂയിഡ് ജനറേറ്റ് ലെസ് ഹീറ്റ് വെൻ ബേൺഡ് ദാൻ ദോസ് ഓഫ് മിനറൽ ബേസ്ഡ് ഓയിൽസ്. അതായത് ഫയർ റെസിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പ്രോപ്പർട്ടി ഉള്ള ടൈപ്പ് ഫ്ലൂയിഡ് ഹൈഡ്രോളിക് ഫ്ലൂയിഡാണിത്, ഫയർ റെസിസ്റ്റൻറ്റ് ഫ്ലൂയിഡ്. അതായത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് യൂസിൽ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ലെസ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഫ്ലൂയിഡാണെന്ത്, ഫയർ റെസിസ്റ്റൻറ്റ് ഫ്ലൂയിഡ്. അതായത് അതിന് ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, കമ്പാരിറ്റീവ്ലി ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഇതെവിടെയാണ് ഉപയോഗിക്കുന്നത്, മെയിൻലി ഹസാർഡ് ചാൻസസ് ഉള്ള ഇൻഡസ്ട്രീസിൽ, അതായത് ഫൗണ്ടറീസിൽ, മിലിറ്ററി ഡിവൈസിൽ, ഡൈകാസ്റ്റിങ്ങിൽ, ഇതുപോലെയുള്ള ഹസാർഡ് ചാൻസ് ഉള്ള അല്ലെങ്കിൽ കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിലാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഫയർ റെസിസ്റ്റൻറ്റ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നത്. ഇതിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ആ പേരുകൾ മാത്രം ഓർത്ത് വെക്കുക: HFAE, HFAS, അതുപോലെ HFB, HFC. അത് ഓരോ ടൈപ്പിനനുസരിച്ചിട്ടാണ്. അതായത് സൊല്യൂബിൾ ഓയിൽസ് എന്നുള്ളത്, വാട്ടർ ബേസ്ഡ് ഫ്ലൂയിഡ്സ്, ഇൻവേർട്ടഡ് എമൽഷൻസ്, വാട്ടർ ഗ്ലൈക്കോൾസ്, അങ്ങനെ ഓരോ ടൈപ്പിനനുസരിച്ചിട്ട് HFDR, HRDU ഇങ്ങനെ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ടും ഈ ഫയർ റെസിസ്റ്റൻറ്റ് ഫ്ലൂയിഡ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഹസാർഡസ് ആയിട്ടുള്ള ഏരിയസിൽ, അതായത് കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ഫ്ലൂയിഡാണെന്ത്, ഫയർ റെസിസ്റ്റൻറ്റ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്. ഇനി അടുത്തത് എൻവയോൺമെൻറ്റൽ ആക്സെപ്റ്റബിൾ ഹൈഡ്രോളിക് ഫ്ലൂയിഡ്. പേര് പോലെ തന്നെ എന്താണ്, എൻവയോൺമെൻറ്റൽ സേഫ്റ്റിയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് നമ്മളെ അക്വാറ്റിക് സിസ്റ്റംസ്, ഫോറസ്ട്രി അതുപോലെയുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന മെഷീനറീസിൽ, അതായത് നമ്മുടെ ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ലീക്കായാലും എൻവയോൺമെൻറ്റിന് വേറെ പൊല്യൂഷനോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൻ്റെ സേഫ്റ്റീനെ ബാധിക്കാത്ത ടൈപ്പ്, അതായത് സ്പില്ല് ചെയ്താലും എൻവയോൺമെൻറ്റിന് കുഴപ്പമില്ലാത്ത ടൈപ്പ് ഹൈഡ്രോളിക് ഫ്ലൂയിഡാണിത്, എൻവയോൺമെൻറ്റൽ ആക്സെപ്റ്റബിൾ ഹൈഡ്രോളിക് ഫ്ലൂയിഡ്. അതായത് ഈ അക്വാറ്റിക് സിസ്റ്റംസിൽ അല്ലെങ്കിൽ ഫോറസ്റ്റിലൊക്കെ, അതായത് മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ, ഈ അക്വാറ്റിക് സിസ്റ്റംസിലൊക്കെ ഓയിൽ സ്പില്ല് ചെയ്ത് എന്ത് സംഭവിക്കും, അവിടുത്തെ ജീവികൾക്ക് അല്ലെങ്കിൽ അവിടെ ഉള്ള ആവാസ വ്യവസ്ഥയ്ക്ക് പ്രശ്നം വരും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് കുറഞ്ഞ ടൈപ്പ് ഫ്ലൂയിഡാണിത്, എൻവയോൺമെൻറ്റൽ ആക്സെപ്റ്റബിൾ ഹൈഡ്രോളിക് ഫ്ലൂയിഡ്. ഇവിടെ എവിടെയായിരിക്കും ഉപയോഗിക്കുന്നത്, അക്വാറ്റിക് സിസ്റ്റംസിൽ, മറൈൻ സിസ്റ്റംസിൽ, ഫോറസ്ട്രി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആണെന്ത് കൂടുതൽ ഉപയോഗിക്കുന്നത്, ഈ എൻവയോൺമെൻറ്റൽ ആക്സെപ്റ്റബിൾ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഓഫ് ഷോർ ഡ്രില്ലിങ്ങിൽ, ഷിപ്പുകളിൽ, അതുപോലെ മറൈൻ ഇൻഡസ്ട്രീസിൽ ഒക്കെ കമ്പാരിറ്റീവ്ലി, അതായത് നമുക്ക് സ്പില്ലായി കഴിഞ്ഞാലും എൻവയോൺമെൻറ്റലിന് പ്രോബ്ലം ഉണ്ടാക്കാത്ത ടൈപ്പ് ഹൈഡ്രോളിക് ഫ്ലൂയിഡാണെന്ത്, എൻവയോൺമെൻറ്റൽ ആക്സെപ്റ്റബിൾ ഹൈഡ്രോളിക് ഫ്ലൂയിഡ്. ഇതിനെയും പിന്നെയും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സോഴ്സിൻ്റെ ബേസിൽ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. HETG, അതായത് നാച്ചുറൽ വെജിറ്റബിൾ ഓയിൽസ് നിന്ന് ബേസ് ചെയ്തിട്ടുള്ളത്, HEES, പിന്നെ HEPG, HEPR, ഇങ്ങനെ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ക്ലാസിഫിക്കേഷനിൽ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. ഈ എൻവയോൺമെൻറ്റൽ ആക്സെപ്റ്റബിൾ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ്, ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡിൻ്റെ പ്രൈമറി ഫങ്ഷൻസ് എന്തൊക്കെയാണ്? 4 പ്രൈമറി ഫങ്ഷൻസാണ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന്, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്, ഈ മൂവിങ് പാർട്ടിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുക. മൂവിങ് പാർട്ട് നമുക്ക് ഒരു ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഈ പവർ സിസ്റ്റത്തിൽ നമുക്ക് എന്തുണ്ടാവും, ഒരുപാട് മൂവിങ് പാർട്ട് ഉണ്ടാവും. അപ്പോൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ മൂവിങ് പാർട്ടിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുക, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക, ലൂബ്രിക്കേറ്റ് ചെയ്യുക, മൂവിങ് പാർട്ടിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുക. പിന്നെ ഈ സീലിംഗ് പ്രോപ്പർട്ടി, അതായത് മേറ്റിംഗ് പാർട്ടുകൾ ഉണ്ടാവും, അതിനിടയിൽ ഒരു സീല് പോലെ വർക്ക് ചെയ്യുക. ഹൈഡ്രോളിക് ഫ്ലൂയിഡ് സീല് പോലെ, ലീക്ക് ഇല്ലാതെ സീല് പോലെ വർക്ക് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യുക. ഇത്രയാണ് മെയിനായിട്ടുള്ള 4 ഫങ്ഷൻസ് എന്ന് പറയുന്നത്.
അതായത് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക, ലൂബ്രിക്കേറ്റ് ചെയ്യുക, മേറ്റിംഗ് പാർട്ടിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുക, മേറ്റിംഗ് പാർട്ടിൻ്റെ ഇടയിൽ ഒരു സീല് പോലെ വർക്ക് ചെയ്യുക, പിന്നെ ഹീറ്റിനെ ഡെസിപ്പേറ്റ് ചെയ്യുക. ഇത്രയാണ് എന്ത് ഹൈഡ്രോളിക് ഫ്ലൂയിഡിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസാണ്. അതിൽ ഒന്ന് നോൺ കംപ്രസിബിൾ ആയിരിക്കണം, ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആയിരിക്കണം ഹൈഡ്രോളിക് ഫ്ലൂയിഡ്. പിന്നെന്താണ് ഫാസ്റ്റ് എയർ റിലീസ്, പെട്ടെന്ന് തന്നെ അതിലുള്ള എയർ റിമൂവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫ്ലൂയിഡ് ആയിരിക്കണം. പിന്നെന്താണ് ലോ ഫോമിങ് ടെൻഡൻസി കുറവായിരിക്കണം. ലോ വോളറ്റിലിറ്റി ആയിരിക്കണം, പെട്ടെന്ന് എന്ത് ചെയ്യാൻ പാടില്ല, വേപ്പറൈസ് ചെയ്യാൻ പാടില്ല, ലോ വോളറ്റിലിറ്റി ആയിരിക്കണം. പിന്നെന്താണ് ഗുഡ് തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് തെർമൽ കപ്പാസിറ്റി. തെർമൽ കപ്പാസിറ്റിയിൽ ടെമ്പറേച്ചറെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള നല്ല കപ്പാസിറ്റിയുള്ള ഫ്ലൂയിഡ് ആയിരിക്കണം എന്ത് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്. അഡിക്വേറ്റ് വിസ്കോസിറ്റി ആൻഡ് വിസ്കോസിറ്റി ഇൻഡെക്സ്, അതായത് പ്രോപ്പറായിട്ടുള്ള വിസ്കോസിറ്റി ഉണ്ടായിരിക്കണം, പ്രോപ്പറായിട്ടുള്ള വിസ്കോസിറ്റി ഉള്ള ഫ്ലൂയിഡ് ആയിരിക്കണം. അതായത് ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, വിസ്കോസിറ്റി ചേഞ്ചസ് ഉണ്ടാകുന്ന ടൈപ്പ് ഫ്ലൂയിഡ് ആവാൻ പാടില്ല എന്ത് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. പിന്നെ ഷിയർ സ്റ്റെബിലിറ്റി, അതായത് ട്രാൻസ്ഫോർമേഷൻ സ്റ്റെബിലിറ്റി കമ്പാരിറ്റീവ്ലി ഉള്ള ടൈപ്പ് ഫ്ലൂയിഡ് ആയിരിക്കണം ഹൈഡ്രോളിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. പിന്നെന്താണ് വിസ്കോസിറ്റി ഫോർ ഫിലിം മെയിൻ്റനൻസ്, അതായത് നമ്മുടെ ഈ മേറ്റിംഗ് പാർട്ടിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ കോണ്ടാക്ട് സർഫസിൻ്റെ ഇടയിൽ ഒരു പ്രോപ്പർ ഹൈഡ്രോളിക് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫിലിം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വിസ്കോസിറ്റി ഉള്ള ടൈപ്പ് ഫ്ലൂയിഡ് ആയിരിക്കണം എന്ത് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. പിന്നെ ലോ ടെമ്പറേച്ചർ ഫ്ലൂയിഡിറ്റി, അതായത് വളരെ ലോ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഫ്രീസ് ചെയ്യാൻ പാടില്ല. ലോ ടെമ്പറേച്ചറിൽ ഫ്രീസ് ചെയ്യാതെ ലോ ടെമ്പറേച്ചറും ഫ്ലോ ചെയ്യുന്ന ടൈപ്പ് ഫ്ലൂയിഡ് ആയിരിക്കണം. അതായത് എന്തായിരിക്കണം, ഫ്രീസിങ് ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കണം, വളരെ ലോ ആയിരിക്കണം എന്ത് ഹൈഡ്രോളിക് ഫ്ലൂയിഡിൻ്റെ. വളരെ ലോ ടെമ്പറേച്ചറിൽ എന്തായിരിക്കണം, പ്രോപ്പറായിട്ട് ഫ്ലൂയിഡായിട്ട് വർക്ക് ചെയ്യണം. ഇനി നെക്സ്റ്റ് തെർമൽ ആൻഡ് ഓക്സിഡേഷൻ സ്റ്റെബിലിറ്റി, ടെമ്പറേച്ചറിനും അതുപോലെ തന്നെ ഓക്സിഡേഷനെയും റെസിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി. പിന്നെ വാട്ടർ ടോളറൻസ്, അതായത് കൊറേഷൻ പോലെയുള്ളതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള വാട്ടർ ടോളറൻസ്. ക്ലീൻനെസ് ആൻഡ് ഫിൽട്ടറബിലിറ്റി, ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന ക്ലീൻ ആയിട്ടുള്ള ഫ്ലൂയിഡ്. പിന്നെ ഡിമൾസിബിലിറ്റി എന്ന് വെച്ചാൽ എമൽഷൻസ് ഫോം ചെയ്യാൻ ചാൻസ് കുറവായിട്ടുള്ള ഫ്ലൂയിഡ്, അതായത് വാട്ടറുമായിട്ട് മിക്സ് ആയിട്ട് എമൽഷൻസ് ഫോം ചെയ്യാൻ എന്തായിരിക്കണം, ചാൻസ് കുറവായിരിക്കണം, അല്ലെങ്കിൽ എമൽഷൻസ് ഫോം ചെയ്യാൻ പാടില്ല. ഇനി നെക്സ്റ്റ് ആൻറ്റി വെയർ ക്യാരക്ടറിസ്റ്റിക്സ്, വെയർ ആൻഡ് എയർ ക്യാരക്ടറിസ്റ്റിക്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഫ്ലൂയിഡ് ആയിരിക്കണം. കൊറോഷൻ കൺട്രോൾ നമ്മൾ പറഞ്ഞ എന്താണ്, കൊറോഷൻ റെസിസ്റ്റീവ് ആയിരിക്കണം. ഇതിലൊക്കെ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. പിന്നെ പ്രോപ്പർ വിസ്കോസിറ്റി ടു മിനിമൈസ് ഇൻറ്റേർണൽ ലീക്കേജ്, അത് വിസ്കോസിറ്റി എന്തായിരിക്കും, ലീക്കേജ് ഒക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർ വിസ്കോസിറ്റിയുള്ള ലിക്വിഡ്. ഫയർ റെസിസ്റ്റൻസ് ആയിരിക്കണം, റേഡിയേഷൻ റെസിസ്റ്റൻസ് ആയിരിക്കണം, ലോ ടോക്സിസിറ്റി ആയിരിക്കണം. കമ്പാരിറ്റീവ്ലി ഡീകമ്പോസ് ചെയ്യുമ്പോഴും ഈ പ്രോപ്പർ അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിലും ഡീകമ്പോസ്ഡ് സ്റ്റേജിലാണെങ്കിലും എന്തായിരിക്കണം, ലോ ടോക്സിസിറ്റി ആയിരിക്കണം, ബയോഡിഗ്രേഡബിൾ ആയിരിക്കണം, മെറ്റീരിയൽ കോമ്പാക്റ്റബിലിറ്റി ആയിരിക്കണം. എന്തായിരിക്കണം, നമ്മുടെ ഈ മേറ്റിംഗ് സർഫസുകൾക്ക് അല്ലെങ്കിൽ ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സർഫസുകളിൽ മെറ്റീരിയൽ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ലിക്വിഡ് ആയിരിക്കണം എന്ത് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹൈഡ്രോളിക് ഫ്ലൂയിഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടീസിലൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഒരു ലിസ്റ്റ് ചെയ്ത് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഹൈഡ്രോളിക് പവർ സിസ്റ്റത്തിൻ്റെ ഈ പാർട്ടിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഇതിൻ്റെ ഹൈഡ്രോളിക് പമ്പ്, അതുപോലെ തന്നെ ആക്ച്വേറ്റിംഗ് ഡിവൈസ്, ഡയറക്ഷൻ കൺട്രോൾ വാൽവ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിൾസ്, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇനീഷ്യലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സ്, ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ ബേസിക് കമ്പോണൻസ്, ബേസിക് ലോ, പിന്നെന്താണ് ഹൈഡ്രോളിക് ഫ്ലൂയിഡിൻ്റെ ടൈപ്സ്, ഹൈഡ്രോളിക് ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. താങ്ക് യു.